ചേച്ചി ഇപ്പോ ഫിലിമിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ആവശ്യകതകൾ വരാറുണ്ടോ? ഇപ്പൊ കുറെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ ഈ തിയേറ്റർ വർക്ക്ഷോപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ടോ? വിളിച്ചിട്ടില്ല. അങ്ങനെ അല്ല, ഇപ്പൊ എനിക്കത് വരത്തില്ല ചേച്ചി. ഓക്കെ, അല്ല അതല്ല, അത് അപ്പൊ ചെയ്യുന്നതല്ല. അവരൊക്കെ അതിന് പ്രിപ്പയർ ആവും, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ഞാൻ പിന്നെ സ്പോട്ട് വരുമ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അവര് അപ്സെറ്റ് ആവും. എനിക്കത് ശീലമില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയാൻ വയ്യ. ചേച്ചി ഭയങ്കര പെട്ടെന്നുള്ള ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നല്ല, അത് സെൽഫായിട്ട് അറിയാതെ പ്രോസസ് ആവുന്നതാണോ? അങ്ങനെയല്ലേ ഞാൻ വന്നേ. അതൊന്നും ഡയറക്ടേഴ്സ് ഒന്നും നേരത്തെ ഒന്നും കൃത്യമായിട്ട് ഫുൾ കഥയും ക്യാരക്ടറും ഒന്നും പറഞ്ഞു തരത്തില്ല. തീർച്ചയായിട്ടും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ ഇന്നത് ചെയ്തോളം പറയും, നമ്മൾ ചെയ്യണം. ഇപ്പൊ ഈ സൗണ്ടിൽ പല സിനിമകളിലും പല ഡിഫറൻസുകൾ കാണുന്നുണ്ട്. ചേച്ചിക്ക് തന്നെ പല ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ആ ഫ്രീക്വൻസി പോലും അവൈഡ് ആയിട്ട് ചെയ്യുന്നല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ആവുന്നതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ക്യാരക്ടറുടെ ഒരു സംഭവം ഉള്ളൊഴുക്ക് ഒരിക്കലും നമുക്ക് കാക്കത്തൊള്ളായിരം ചെയ്ത പോലെ ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ കഥകൾ കേൾക്കാറുണ്ടോ? കഥയും സ്ക്രിപ്റ്റ് വായിക്കും കേട്ടോ. വായിക്കും ചെയ്യും. വായിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്യും. പണ്ടൊന്നും അങ്ങനെ പ്രിപ്പയർഡ് സ്ക്രിപ്റ്റ് ഒന്നും നമ്മുടെ തരാറില്ല. അന്നത്തെ ഡയറക്ടേഴ്സ് എല്ലാവരും ടീച്ചേഴ്സിനെ പോലെയുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ സബ്ജക്റ്റിനൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലാതൊന്നുമില്ല. വേണിച്ചേട്ടൻ നിന്ന് വേണുനാവളിയുടെ പടങ്ങളൊന്നും മോളൊക്കെ എന്തോ അത് മുമ്പ് സാധാരണ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞോ എന്നല്ലാതെ. തീർച്ചയായിട്ടും അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. എന്താ ഈ രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയും. അത്രേ ഉള്ളൂ.